2024 ജൂലൈ 30-ന് കേരളം പരിഭ്രാന്തി നിറഞ്ഞ ഒരു പ്രഭാതത്തിലേക്ക് ഉണർന്നു. നൂറുകണക്കിന് ആളുകൾ ചെളിയിൽ കുടുങ്ങിക്കിടക്കുന്നതായും കൂടുതൽ പേരെ കാണാതായതായും അല്ലെങ്കിൽ ഇതിനകം മരിച്ചതായി കരുതപ്പെടുന്നതായും വാർത്താ ചാനലുകൾ സംപ്രേഷണം ചെയ്യാൻ തുടങ്ങി. മുണ്ടക്കൈ ഗ്രാമത്തിന് സമീപത്തുള്ള ചൂരൽമലയെയും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഏകപാലം മണ്ണിടിച്ചിലിൽ തകർന്നു. പുതിയതും പ്രക്ഷുബ്ധവുമായ ഒരു നദി രൂപപ്പെട്ടു. ചൂരൽമലയിലെ വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെ തടസ്സമായി നിന്നിരുന്നതെല്ലാം അവശിഷ്ടങ്ങളുടെ പുതിയ നദി വിഴുങ്ങി. 2018-ലെ പ്രളയത്തിന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്നു വയനാട് കഴിഞ്ഞ വർഷം സംഭവിച്ചത്. ദുരന്തത്തിന് പ്രധാനമായും 3 കാരണങ്ങളായിരുന്നു. തുടർച്ചയായ കനത്ത മഴയാണ് പ്രധാന കാരണം. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഇത് വലിയ പ്രശ്നമായി തീർന്നു. അനധികൃതമായ വനനശീകരണമാണ് മറ്റൊരു കാരണം. ഇത് മണ്ണൊലിപ്പിന് കാരണമായി. മൂന്നാമതായി മലയിടുക്കുകളിൽ അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങളും മറ്റു നിർമ്മാണങ്ങളും ഉരുൾപൊട്ടലിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു. പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിൽ പുഴ ഗതിമാറി ഒഴുകി. മഴവെള്ളപ്പാച്ചിലിൽ വെള്ളാർമല GVHSS സ്കൂളിന്റെ ഭൂരിഭാഗവും മണ്ണിനടിയിലായി. ശക്തമായ ഒഴുക്കിൽ പുഴ ദിശ മാറി ഒഴുകിയത് വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. സർക്കാർ കണക്കുകൾ അനുസരിച്ച് കനത്ത മഴയിലും ഉരുൾപൊട്ടലിലും മരിച്ചവരുടെ എണ്ണം 300-നടുത്തായിരുന്നു. 44 പേരെ കാണാതായി എന്നാണ് സർക്കാർ റിപ്പോർട്ടിൽ പറയുന്നത്. ഇന്ത്യൻ സൈന്യവും ദേശീയ ദുരന്ത നിവാരണ സംഘവുമായിരുന്നു രക്ഷാപ്രവർത്തനത്തിനായി എത്തിയത്. അന്ന് സൈന്യവും ഫയർഫോഴ്സും ചേർന്ന് ചൂരൽമലയിൽ താൽക്കാലിക ബേലി പാലം നിർമ്മിച്ചു. ഈ പാലം നിർമ്മിച്ച ശേഷം നിരവധി പേരെ രക്ഷപ്പെടുത്തി. പരിക്കേറ്റവരെ ചികിത്സിക്കുന്നതിനായി താൽക്കാലിക ആശുപത്രികൾ നിർമ്മിച്ചു. വ്യോമസേനയുടെ ഹെലികോപ്റ്റർ ചൂരൽമലയിൽ എത്തുകയും അടിയന്തര വൈദ്യസഹായം ആവശ്യമുള്ളവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും സഹായമെത്തി. കൂടാതെ സമൂഹത്തിലെ നിരവധി പേർ, സിനിമാ രംഗത്തുള്ളവർ എന്നിവരും സഹായം നൽകാൻ മുന്നോട്ടെത്തി. വയനാട്ടിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഒരു പുതിയ സംഭവമല്ല. 2018-ലെ പ്രളയത്തിനു ശേഷം മാത്രം വയനാട്ടിൽ 200-ലധികം ഉരുൾപൊട്ടലുകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഉരുൾപൊട്ടലുകളേക്കാൾ ഭീകരമായത് മണ്ണിടിച്ചിലാണ്. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും പ്രധാന കാരണം അതിതീവ്രമായ മഴയെന്നാണ് പഠനങ്ങൾ പറയുന്നത്. 2019-ൽ പുത്തുമലയിലുണ്ടായ ദുരന്തത്തിൽ 60 പേരാണ് മരിച്ചതെങ്കിൽ കഴിഞ്ഞ വർഷം ചൂരൽമലയിലും മുണ്ടക്കൈയിലും മരണപ്പെട്ടത് അതിന്റെ ഇരട്ടിയാണ്. പുഴയിൽ നിന്നുള്ള ദൂരം, ഭൂമിയുടെ ചെരിവ്, നീർച്ചാൽ ഒഴുക്ക് തുടങ്ങിയവ പരിഗണിച്ചാണ് ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങളിലെ അപകട മേഖലകൾ കണ്ടെത്തിയിരുന്നത്. 50 മീറ്റർ ഉണ്ടായിരുന്ന പുഴ ഉരുൾപൊട്ടലോടെ 100-150 മീറ്റർ ആയാണ് പരിണമിച്ചത്. മണ്ണിടിച്ചിലിന് 2 ദിവസത്തിനു ശേഷം ഓഗസ്റ്റ് 1-ന് മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ഓഫ് ദി ആർമി മുണ്ടക്കൈയെയും ചൂരൽമലയെയും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന 190 അടി നീളമുള്ള ബേലി പാലം നിർമ്മിച്ചു. എന്നാൽ കേന്ദ്രസേന സ്ഥലത്തെത്തുന്നതിനു മുമ്പ് തന്നെ കേരള സംസ്ഥാന ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഉദ്യോഗസ്ഥർക്ക് നീട്ടിവെക്കാവുന്ന ഗോവണിയുള്ള ഒരു താൽക്കാലിക പാലവും നിർമ്മിച്ചു. ഇത് മുണ്ടക്കൈയിലെ പാലത്തിന് കുറുകെ കുടുങ്ങിയവരെ രക്ഷിക്കാൻ സഹായിച്ചു. ഇത് മൊത്തത്തിലുള്ള മരണസംഖ്യയെ ഗണ്യമായാണ് കുറച്ചത്. അങ്ങനെ നികത്താനാവാത്ത നഷ്ടങ്ങൾ വിതച്ച ഈ ദുരന്തത്തിന് പിന്നാലെയാണ് വീണ്ടും ഇപ്പോൾ മുണ്ടക്കൈക്ക് സമീപം വെള്ളരിമലയിൽ മണ്ണിടിച്ചിലുണ്ടോ എന്ന സംശയം ഉയരുന്നത്. കഴിഞ്ഞ രാത്രി കനത്ത മഴയാണ് മുണ്ടക്കൈയിലും സമീപ പ്രദേശത്തും ഉണ്ടായത്. പുന്നപ്പുഴയിലെ ബേലി പാലത്തിന് സമീപം വലിയ കുത്തൊഴുക്കാണ് രൂപപ്പെട്ടത്. കല്ലുകളും മരങ്ങളും പുഴയിലൂടെ ഒലിച്ചു വന്നു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് അധികൃതർ പറയുന്നതെങ്കിലും ഇനിയൊരു ദുരന്തം കൂടെ സംഭവിച്ചാൽ വയനാടിന് അത് താങ്ങാനുള്ള ശേഷി ഉണ്ടാകില്ല. അതേസമയം ഉരുൾപൊട്ടലിന്റെ ഭാഗമായി അടിഞ്ഞുകൂടിയ മണ്ണും മറ്റ് അവശിഷ്ടങ്ങളും കുത്തിയൊഴുകുന്നതാണോ എന്ന സംശയവും ഉണ്ട്. കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിന് മനുഷ്യജീവനുകളുടെയും സാമ്പത്തിക നഷ്ടത്തിന്റെയും കാര്യത്തിൽ വലിയ ചെലവായി മാറുകയാണ്. 2018-ലെ വെള്ളപ്പൊക്കത്തിൽ മാത്രം സംസ്ഥാനത്തിന് 40,000 കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടായി. കേരളം ഭയക്കുന്ന ഏറ്റവും വലിയ ദുരന്തം ഇനി മുല്ലപ്പെരിയാറാണ്. ആ കാര്യത്തിൽ എന്ത് സംഭവിക്കും എന്നത് കണ്ടറിയാം.